ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉം. എല്ലാം ഒരു ബ്രാൻഡിങ് ആണ്. എല്ലാ സംഭവങ്ങളും നമ്മളൊരു പ്രോഡക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്. അതൊന്നും ഒരു MBA കോളേജുകളിലും എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫ്ലാറ്റുകൾ എടുക്കുക. ഒരു 1980 കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റുകളുടെ ഒരു ചെറിയ രൂപമായിരുന്നു ലൈൻ കെട്ടിടം. അതെ അതെ. ലൈൻ കെട്ടിടത്തിൽ താമസിക്കാൻ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശരിക്കും ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തമായ ഒരു സ്ഥലം മേടിച്ച് വീട് വയ്ക്കാൻ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് എന്താ പറയുക, ഒരു മുകളിലേക്ക് വീട് വയ്ക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും കാശില്ലാത്തവൻ്റെ ഒരു സംഭവമായിരുന്നു ഫ്ലാറ്റ്. ആ ഒരു ബ്രാൻഡിങ് ഇന്ന് മാറി ലക്ഷറിയിലേക്ക് മാറ്റി. ആ ഒരു ടേൺ ഓവറാണ് ശരിക്കും ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇന്ന് ഒരു സ്വന്തമായിട്ട് വീടുള്ളവനേക്കാളും സ്റ്റാറ്റസിലാണ് ഒരു ഫ്ലാറ്റ് ലോഞ്ച് ചെയ്യിക്കുന്നത്. അത് ശരിക്കും ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്രീസിങ് അസറ്റാണ്. ഒരു സ്ഥലവുമായി കമ്പയർ ചെയ്യുമ്പോൾ, ലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിപ്രീസിങ് അസറ്റാണ്. പക്ഷേ 1.5 കോടി കൊടുത്തും 2 കോടി കൊടുത്തും എത്രയോ പേരാണ് ഫ്ലാറ്റ് മേടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഈ ഒരു പ്രാക്ടിക്കൽ നോളജാണത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്ലൈയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.